ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 13 ബുധനാഴ്ചയാണ്. ആദ്യം ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ പോസിറ്റീവിലായിരുന്നു. മാത്രമല്ല യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്ത്. ഇൻഫ്ലേഷൻ ഡാറ്റ ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയതും ടെക് സ്റ്റോക്കുകളിൽ വലിയ റാലി വീണ്ടും കണ്ടതുമാണ് US മാർക്കറ്റുകൾ ഉയരാൻ കാരണമായത്. ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്നലെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നു. നല്ല ഡാറ്റ തന്നെയായിരുന്നു, പോസിറ്റീവായിട്ട് തന്നെ കാണാം. US മാർക്കറ്റുകളിൽ കണ്ട ആ വലിയ പോസിറ്റിവിറ്റി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിൽ അത്രത്തോളം കാണാൻ കഴിയുന്നില്ല. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒത്തിരിയേറെ കാര്യങ്ങളിലേക്ക് പോകാനുണ്ട്. ആദ്യം നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളിലേക്ക് വരാം. ആദ്യം ഫെബ്രുവരി മാസത്തെ ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നു. അതിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ മുഖ്യ റീറ്റെയിൽ പണപ്പെരുപ്പ നിരക്ക് 5.09% കുറഞ്ഞു. ഈ കണക്കുകൾ സാമ്പത്തിക വിദഗ്ധരുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായിരുന്നു. അവർ വർഷാവർഷം 5.1% വർധനവാണ് പ്രവചിച്ചത്. മറ്റൊരു കാര്യമുള്ളത്, ഉപഭോക്തൃ വില സൂചിക CPI പണപ്പെരുപ്പം ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടോളറൻസ് പരിധിയായ 2 മുതൽ 6% കഴിഞ്ഞ 6 മാസമായി തുടരുന്നത്. എന്നാൽ തുടർച്ചയായ 53 മാസങ്ങളായി ഇടക്കാല ലക്ഷ്യമായി 4% മുകളിലാണ് CPI ഇൻഫ്ലേഷൻ. മറ്റൊരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്, CPI പണപ്പെരുപ്പം 5% തുടരുമെന്നാണ് RBI പ്രവചിക്കുന്നത്. ഇത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ക്വാർട്ടറിൽ 4% കുറയുമെന്നും 2025 ആദ്യപാദത്തിൽ വീണ്ടും 4.7% ഉയരും എന്നും RBI പ്രതീക്ഷിക്കുന്നു. ഇനി ഫെബ്രുവരി മാസത്തിൽ വിലവർധനവുണ്ടായത് മീറ്റ്, ഫിഷ്, ഹൗസിംഗ് എന്നിവയിലാണ്. വില കുറഞ്ഞത് എഡിബിൾ ഓയിലുകൾ, പൾസസ് എന്നിവയിലുമാണ്. മറ്റൊരു ഡാറ്റ കൂടി ഇന്നലെ പുറത്തു വന്നത്, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ പുറത്തു വന്നു. മാർച്ച് 12 സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ജനുവരിയിൽ ഇന്ത്യയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിലെ വളർച്ച 3.8% കുറഞ്ഞിരിക്കുന്നു. ബ്ലൂംബർഗ് പോൾ ചെയ്ത IIP വളർച്ച 4.1% പ്രവചിച്ചിരുന്നത്. അതിലും കുറവായിട്ടാണ് ഇപ്പോൾ ഡാറ്റ പുറത്തു വന്നത്. ഇതുകൂടാതെ വളർച്ച രേഖപ്പെടുത്തിയ സെക്ടറുകൾ മൈനിങ്, മാനുഫാക്ചറിംഗ്, ഇലക്ട്രിസിറ്റി മേഖലകളാണ്. ഇന്ത്യയുടെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. മറ്റൊരു വാർത്തയിലേക്ക്, ബിറ്റ്കോയിൻ വീണ്ടും പുതിയ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രകാരം വെള്ളിയെ മറികടന്ന് ബിറ്റ്കോയിൻ ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ 8ാമത്തെ അസറ്റ് ക്ലാസ് ആയി മാറിയിരിക്കുന്നു. ബിറ്റ്കോയിന്റെ വിപണി മൂല്യം ഇപ്പോൾ $1.42 ട്രില്യൺ വെള്ളിയുടെ മൂല്യം $1.387 ട്രില്യൺ ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ കാര്യമെടുത്താൽ ബിറ്റ്കോയിൻ മെറ്റയുടെ മാർക്കറ്റ് ക്യാപ്പ് മറികടന്നിരിക്കുന്നു. ആൽഫബറ്റിന്റെ മറികടക്കും എന്നാണ് ഈ സമീപകാലത്ത് തന്നെ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള സ്വർണ്ണത്തിനാണ്. $14.7 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്. ആ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മറികടക്കുമോ എന്നാണ് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത്. പക്ഷേ അത് മറികടക്കാൻ 10 മടങ്ങ് ബിറ്റ്കോയിൻ വർദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെയും ബിറ്റ്കോയിൻ സർവ്വകാല റെക്കോർഡിലെത്തി $72,881 പോസിറ്റീവായ ഒരു വാർത്തയാണ് ബിറ്റ്കോയിനെ സംബന്ധിച്ചത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമ്മുടെ കോഴിക്കോട് വെച്ച് നടക്കുന്ന എഡ്യൂക്കേഷൻ മീറ്റപ്പിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ കമന്റ് ബോക്സിൽ നമ്മൾ ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട്. ആ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് 22,335 3 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ 10-day EMA ഉള്ള 22,318 മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നതൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. കഴിഞ്ഞ 7 ട്രേഡിംഗ് ദിവസങ്ങളിലായി നിഫ്റ്റി ഉള്ളത് 22,200 മുതൽ 22,600 വരെയുള്ള ഒരു റേഞ്ചിലാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുള്ളത് 22,224 ആണ്. മാർച്ച് 6 നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത ഒരു ലോ കൂടിയാണത്. കൂടാതെ 22,190 മുതൽ 22,224 വരെയുള്ള ഒരു ലെവൽ പ്രധാനപ്പെട്ടതാവാൻ കാരണം മറ്റൊരു കാരണം കൂടിയുള്ളത് 20-day മൂവിംഗ് ആവറേജ് ഉള്ള ഒരു ലെവലും ഇത് തന്നെയാണ്. ഈ ഒരു ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം മുൻപ് പലതവണയും നിഫ്റ്റി ഈ ഒരു സോണിൽ നിന്ന് തിരിച്ചു കയറിയിട്ടുണ്ട്. അതായത് നിഫ്റ്റി ഈ സോണിലേക്ക്
ഇടുകയാണെങ്കിൽ ഒരു ബൗൺസ് ബാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മാത്രം. അടുത്തത് ഡേ ക്യാൻഡിലേക്ക്. ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇൻഡിസിഷൻ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 22,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് 22,000 ആണ്. അതിനുശേഷം 22,300 സ്ട്രൈക്കും അതിനുശേഷം 21,500 സ്ട്രൈക്കുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,300 അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 22,300 സ്ട്രൈക്കിൽ 21% വർധനമാണ് പുട്ട് സൈഡിലുള്ളത്. അതായത് ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 17% വർധനവ് കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 22,250 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 68% വർധനമാണുള്ളത്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 102% വർധനവ് കോൾ സൈഡിൽ കാണാം. ഷോർട്ട് ബിൽഡപ്പാണ്. 22,350 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 33% വർധനവ് ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിലേക്ക് വന്നാൽ 39% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ കോൾ സൈഡിനോ പുട്ട് സൈഡിനോ ഒരു മുൻതൂക്കം കാണാൻ കഴിയുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,282 40 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ബാങ്ക് നിഫ്റ്റി 46,884 എന്ന ലോ ടച്ച് ചെയ്തിരുന്നു. 20 DMA ഉള്ള 46,800 ലെവൽ ഹോൾഡ് ചെയ്യാൻ സാധിച്ചു എന്നത് പോസിറ്റീവായിട്ട് തന്നെ കാണാം. അതുകൊണ്ട് തന്നെ 46,800 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് എന്നും വിലയിരുത്താം. അതുകൊണ്ട് ഡൗൺ സൈഡിൽ 47,000 മുതൽ 46,800 വരെയുള്ളത് ഒരു പ്രധാനപ്പെട്ട സോൺ ആവാൻ സാധ്യതയുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 47,820 മുതൽ 48,000 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയുടെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 48,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 49,000 അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ആദ്യത്തെ സ്ട്രൈക്ക് 46,000 അതിനുശേഷം 47,000 അതിനുശേഷം 45,500 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,000 ഇനി നമുക്ക് പറയാനുള്ളത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെഗ്മെന്റിനെ കുറിച്ചാണ്. ഇന്നലെ മിഡ് ക്യാപ്പ് 1.4% ഇടിവാണ് രേഖപ്പെടുത്തിയത്. സ്മോൾ ക്യാപ്പ് വീണ്ടും ഇടിയുകയുണ്ടായി. 1.98% ഇടിഞ്ഞത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകളെ സംബന്ധിച്ച് 20 വീക്ക് മൂവിംഗ് ആവറേജ് ഉള്ള 15,075 എന്ന ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ITC ആണ്. ആഗോള പുകയില കമ്പനിയായ ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ ഇന്ത്യയുടെ ITCയുടെ 3.5% ഇക്വിറ്റി ഓഹരികൾ വിൽക്കും. ബ്ലോക്ക് ഡീൽ സൈസ് എന്ന് പറയുന്നത് 16,775 കോടി രൂപയാണ്. മറ്റൊരു വാർത്തയുള്ളത് JG കെമിക്കൽസിനെ സംബന്ധിച്ചതാണ്. മുൻനിര സിങ്ക് ഓക്സൈഡ് നിർമ്മാതാക്കളായ JB കെമിക്കൽസ് തങ്ങളുടെ ഇക്വിറ്റി ഓഹരികൾ മാർച്ച് 13 BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്യും. അവസാന ഇഷ്യൂ വില ഒരു ഷെയറിന് 221 രൂപയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊരു കമ്പനി ഇൻഡോക്കോ റെമഡീസ് ആണ്. അന്തേരിയിലെ മഹൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്ന് 2,860.75 ചതുരശ്ര മീറ്റർ സ്ഥലം വാങ്ങാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ കമ്മിറ്റി അംഗീകരിച്ചതായി ഫാർമ കമ്പനി അറിയിച്ചു. മറ്റൊരു കമ്പനി സ്പന്ദന സ്പോട്ടിഫൈ ഫിനാൻഷ്യലാണ്. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുന്നത് പരിഗണിക്കാൻ മാർച്ച് 15 ബോർഡ് യോഗം ചേരും എന്നൊരു വാർത്ത. അടുത്തത് ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസസ് ആണ്. ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസസിലെ ഭൂരിഭാഗം ഓഹരികളും നിർമ്മ സ്വന്തമാക്കി. നിർമ്മ ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസിൽ നിന്ന് ഓഹരി മൂലധനത്തിന്റെ 75% ഏറ്റെടുക്കലാണ് ഇപ്പോൾ പൂർത്തിയാക്കിയത്. അടുത്തത് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. കെ ഫിൻടെക്കിലെ ബാങ്കിന്റെ ഷെയർ ഹോൾഡിംഗ് 9.79% നിന്ന് 7.76% കുറച്ചിരിക്കുന്നു എന്നൊരു വാർത്ത. മറ്റൊരു വാർത്തയുള്ളത് പാരിൻ ഫർണിച്ചർ 249.8 മില്യൺ രൂപയുടെ ഒരു കരാർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: പിരാമൽ എന്റർപ്രൈസസ്, നാഷണൽ അലുമിനിയം, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ്, മഹാനഗർ ഗ്യാസ്, സെയിൽ, ടാറ്റ കെമിക്കൽസ്, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ തന്നെയാണ്. കാരണം രാവിലെ 10 മണി മുതൽ 3:30 വരെയാണ് സെഷൻ്റെ ദൈർഘ്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും ഒക്കെ ചോദിക്കാൻ കഴിയുന്ന ഒരു സെഷൻ തന്നെയാണ്. ഇനി നമ്മുടെ എല്ലാ സർവീസസും രാവിലെ 9 മണി മുതൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടു മുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കിലേക്കാണ്. ആദ്യം കരൂർ വൈശ്യ ബാങ്ക്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 175 രൂപയാണ്.
ഫസ്റ്റ് ടാർഗറ്റായി നമ്മൾ ഫിക്സ് ചെയ്യുന്നത് 199ഉം സെക്കൻഡ് ടാർഗറ്റ് 210ഉമാണ്. സ്റ്റോപ്പ് ലോസ് 170. അടുത്തത് സോളാർ ഇൻഡസ്ട്രീസ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 7715 ഈ സ്റ്റോക്കിൽ നമ്മളൊരു ടാർഗറ്റായി കാണുന്നത് 9000ഉം സ്റ്റോപ്പ് ലോസ് 6500ഉമാണ്. ഇവിടെ പറഞ്ഞ സ്റ്റോക്കുകൾ ഒരു റെക്കമെൻഡേഷൻ അല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഈ സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കുക. അടുത്ത സെഗ്മെന്റിലേക്ക്, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ഇന്നലെ പൊതുവിൽ സ്വിംഗ് സ്റ്റോക്കുകൾക്ക് അത്ര നല്ലൊരു ദിവസമായിരുന്നില്ല. കാരണം സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റുകളിൽ വലിയ ഇടിവ് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതുപോലെ നിഫ്റ്റിയും ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ തന്നെയായിരുന്നു. എന്നിരുന്നാലും നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. REC ലിമിറ്റഡ് മാർച്ച് 6 നമ്മൾ ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. 470 എന്ന നിലയിൽ നിന്നും 492 വരെ സ്റ്റോക്ക് അപ്പായി 4.40% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ആയിരുന്നു. മാർച്ച് 5 സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. 2311 എന്ന നിലയിൽ നിന്നും 2358 വരെ സ്റ്റോക്ക് അപ്പായി ഏകദേശം 2% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഇൻട്രാഡേയിൽ വലിയ പ്രോഫിറ്റിലേക്ക് പോയ ഒരു സ്റ്റോക്കാണ്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ഉണ്ടായി. ലിൻഡെ ഇന്ത്യ ഇൻട്രാഡേയിൽ 6120 എന്ന നിലയിൽ നിന്നും 6399 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഏകദേശം 4.30% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു ട്രേഡ് നമ്മൾ എടുത്തത് മാർച്ച് 11 നിഫ്റ്റിയിലായിരുന്നു. 22,500 BE ആയിരുന്നു. 22,468 എന്ന നിലയിൽ എൻട്രി എടുത്തു. ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ഫസ്റ്റ് ടാർഗറ്റ് 22,430ഉം സെക്കൻഡ് ടാർഗറ്റ് 22,375ഉം ആയിരുന്നു. തേർഡ് ടാർഗറ്റ് 22,230 നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ 2 ടാർഗറ്റുകളാണ് നമുക്ക് ഇവിടെ ഹിറ്റ് ചെയ്യാൻ സാധിച്ചത്. മറ്റൊരു ട്രേഡും ബാങ്ക് നിഫ്റ്റിയിൽ തന്നെയായിരുന്നു. 47,600 BE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 47,680. ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. 47,350 ആയിരുന്നു ഫസ്റ്റ് ടാർഗറ്റ്. 47,275 ആയിരുന്നു സെക്കൻഡ് ടാർഗറ്റ്. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെഗ്മെന്റിലൊക്കെയുള്ള വലിയ ഇടിവ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കൂടി കാണുക. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയ സ്റ്റോക്കുകൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഞങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIIs അങ്ങനെ തുടർച്ചയായ 5ാമത്തെ ദിവസവും ബൈയിങ്ങിൽ തന്നെയാണ്. ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെ 73 കോടി രൂപയ്ക്കാണ് FIIs ബൈ ചെയ്ത്. DIs ആവട്ടെ 2358 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. അടുത്തത് US മാർക്കറ്റിലേക്ക്. ഇന്നലെ US-ൽ നിന്നും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വന്നു. ജനുവരിയിൽ 0.3% ഡാറ്റയെങ്കിൽ ഫെബ്രുവരിയിൽ അത് 0.4% ഉയർന്നത് എന്ന് തൊഴിൽ വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഈ ഡാറ്റ ഒരു പരിധിവരെ ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഇന്നലെ US മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 0.61% നേട്ടത്തിലും നാസ്ഡാക്ക് 1.54% നേട്ടത്തിലും S&P 500 1.12% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. റേറ്റ് കട്ടിന്റെ കാര്യങ്ങളിലേക്ക് വന്നാൽ ജൂണിൽ വരാനിരിക്കുന്ന ആദ്യ റേറ്റ് കട്ടിനുള്ള സാധ്യത 70% എന്ന് CME ഫെഡ് വാച്ച് ടൂൾ കാണിച്ചു തരുന്നു. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളെ സപ്പോർട്ട് ചെയ്തത് ടെക് സ്റ്റോക്കുകൾ തന്നെയായിരുന്നു. Nvidia 7% ഉയർന്നിരുന്നു. മൈക്രോസോഫ്റ്റ് 2.6% ഉയർന്നു. മെറ്റ 3.3%, ഒറാക്കിൾ 11% എന്നിങ്ങനെയാണ് ഇന്നലെ നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ. കൂടാതെ ഇന്നലെ റസൽ 2000 സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.99% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. വിപ്രോ 0.73% ഉയർന്നപ്പോൾ ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.23% നേട്ടത്തിലും HDFC ബാങ്ക് 1.97% നേട്ടത്തിലും ആക്സിസ് ബാങ്ക് 0.16% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്യുന്നത്. മേക്ക് മൈ ട്രിപ്പ് 3.85% ഉയർന്നു. ഡോക്ടർ റെഡ്ഡി 1.23% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.01% ഇടിവിലും S&P 500 ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും നാസ്ഡാക്ക് 0.04% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലായിരുന്നു. UK മാർക്കറ്റ് FTSE 1.02% നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് CAC 0.84% നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1.23% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. സ്റ്റോക്ക് 600 1% ഉയർന്നും ക്ലോസ് ചെയ്തു. ഓട്ടോ സെക്ടറാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 2.4% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. യൂട്ടിലിറ്റി സെക്ടർ 1.2% ഇടിയുകയും ചെയ്തു. ഇന്നലത്തെ ട്രേഡിംഗ് സെഷനിൽ FTSE 1.2% നേട്ടം കൈവരിച്ചതോടെ 10 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഇൻഡെക്സ് എത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഒരു മിക്സഡ് അവസ്ഥയിലാണ്. ഡാക്സ് 0.02% ഇടിവിലും CAC 0.01% നേട്ടത്തിലും FTSE 0.04% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ
ഫെബ്രുവരി മാസത്തെ US കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയ്ക്ക് ശേഷം US മാർക്കറ്റുകൾ ഉയരുകയുണ്ടായി. ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകളിലും ആ ഒരു പോസിറ്റിവിറ്റി കാണാം. ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 23 പോയിന്റ്സ് അപ്സൈഡിലാണ്. 22,462 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്കിന്നൊരു 15 മുതൽ 20 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്. ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ നിക്കി മാർക്കറ്റ് ചെറിയ പോസിറ്റിവിറ്റിയോടെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 0.08% നേട്ടത്തിലാണ്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ ഒപെക് ഡിമാൻഡ് ഔട്ട്ലുക്കും US ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്കും പിന്നാലെ ഇന്നലെ ചെറുതായിട്ട് ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. കാർട്ടലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് എണ്ണ ആവശ്യകത പ്രതിദിനം 2.2 ദശലക്ഷം ബാരൽ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $82.40 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.04% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $78.03 പെർ ബാരൽ എന്ന നിലയിൽ 0.61% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.